ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ഈ സീസണിൽ ഗംഭീര പ്രകടനമാണ് FC ബാഴ്സലോണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ക്ലബ്ബ് അത് FC ബാഴ്സലോണ തന്നെയാണ്. മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് 2 സൂപ്പർ താരങ്ങൾ FC ബാഴ്സലോണക്ക് സ്വയം ഓഫർ ചെയ്തു എന്നാണ് ഇവർ അവകാശപ്പെട്ടിട്ടുള്ളത്. അത് മറ്റാരുമല്ല, ലിവർപൂളിന്റെ സൂപ്പർ താരമായ വിർജിൽ വാൻഡേക്കും ബയേണിന്റെ താരമായ ജോഷുവ കിമ്മിച്ചുമാണ്. ഈ 2 താരങ്ങളുടെയും ക്ലബ്ബുമായുള്ള കോൺട്രാക്ട് വരുന്ന സമ്മറിലാണ് അവസാനിക്കുക. ഈ 2 താരങ്ങൾക്കും FC ബാഴ്സലോണയിലേക്ക് വരാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 2 പേരും സ്വയം ബാഴ്സക്ക് ഓഫർ ചെയ്തു എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബാഴ്സയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡക്കോ ഇത് രണ്ടും നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ 2 താരങ്ങളെയും വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് ബാഴ്സ എടുത്തിട്ടുള്ളത്. പകരം ബാഴ്സ പ്രിഫർ ചെയ്യുന്നത്, മുൻഗണന നൽകുന്നത് യുവതാരങ്ങൾക്കാണ്. യുവതാരങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് FC ബാഴ്സലോണ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ബാഴ്സയുടെ ക്ലബിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക യുവതാരങ്ങളുടെയും കോൺട്രാക്ട് ക്ലബ്ബ് പുതുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ ക്ലബിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ യുവതാരങ്ങൾക്കാണ് FC ബാഴ്സലോണ മുൻഗണന നൽകുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനോടൊപ്പം മറ്റൊരു സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം കൂടി ചേർക്കേണ്ടതുണ്ട്. അതായത് ജർമ്മൻ ഡിഫൻഡറായ ജൊനാഥൻ താക്ക് ഇപ്പോൾ FC ബാഴ്സലോണയിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ബാഴ്സയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ്. ഈ കോൺട്രാക്ട് പുതുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ബാഴ്സയും അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ്. കാരണം ഹാൻസി ഫ്ലിക്കിന് അറിയാവുന്ന ഒരു താരമാണ് ജൊനാഥൻ താ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബാഴ്സയിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. അടുത്ത സീസണിൽ ജൊനാഥൻ താ ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും റൂമറുകളാണ് FC ബാഴ്സലോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.